എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 12 വാക്യം 14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്നത് പുറമേയുള്ള അഴുക്കുകളല്ല, അയാളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പാപമാണ്. അതുകൊണ്ട് ദേഹശുദ്ധി വരുത്തി ഒരു മനുഷ്യനും ശുദ്ധനായി തീരുവാൻ സാധിക്കുന്നില്ല. എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ശുദ്ധനായി തീരുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അസൂയ, കോപം, വെറുപ്പ്, കയ്പ് എന്നീ പാപങ്ങൾ മറ്റുള്ളവരോട് സമാധാനം ആചരിക്കുന്നതിന് തടസ്സമായി വരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് സാധിക്കാതെ വരുന്നു. എന്നാൽ നാം നമ്മുടെ ഈ പാപങ്ങൾ കർത്താവായ യേശുവിനോട് ഏറ്റുപറഞ്ഞ് അവയുടെ മോചനത്തിനായി അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ സകല അനീതികളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സഹോദരങ്ങളെ, നാം എന്തെല്ലാം സൽപ്രവൃത്തികൾ ചെയ്താലും ശുദ്ധീകരണം പ്രാപിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരില്ല എന്നത് തീർച്ചയാണ്. അതെ, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ.